മനസാക്ഷിയെ മരവിപ്പിച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. അന്ന് ഉരുൾപൊട്ടിയപ്പോൾ ആ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്നത് ആയിരക്കണക്കിന് ജീവനുകളായിരുന്നു. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ അന്ന് ആ പുഴയിൽ നിന്നും മനുഷ്യ ശരീരങ്ങൾ വാരിയെടുത്തത് നമ്മൾ കണ്ടതാണ്. കൈ ഒരു ഭാഗത്ത്, കാല് മറ്റൊരു ഭാഗത്ത്. ഹൃദയം തകരുന്ന ആ കാഴ്ചകൾക്ക് മുന്നിൽ അന്ന് ഒരു രാഷ്ട്രീയക്കാരനും കൊടിപിടിക്കാൻ വന്നിരുന്നില്ല. എന്നാൽ മാസങ്ങൾക്കിപ്പുറം പുനരധിവാസത്തിന്റെ ഘട്ടമെത്തിയപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ രാഷ്ട്രീയം വിഷം ചീറ്റുന്നതാണ് നാം കാണുന്നത്. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഒരു വീട്ടമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള നിലവിളിയാണ്. ഇവിടെ കുറെ പാർട്ടി ഗുണ്ടകളുണ്ട്, എല്ലാം അവരുടെ ആളുകൾക്കാ കൊടുക്കുന്നത്, ഞങ്ങളെ ആട്ടുകയാണ് എന്ന് ആ ഉമ്മ കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ പ്രതിഷേധമല്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നീറ്റലാണ്. മുഖ്യമന്ത്രിയെ നല്ലവൻ എന്ന് അവർ വിശേഷിപ്പിക്കുമ്പോഴും താഴെത്തട്ടിൽ ഭരണം നിയന്ത്രിക്കുന്ന പ്രാദേശിക നേതാക്കളുടെ ക്രൂരതയെയാണ് അവർ തുറന്നു കാട്ടുന്നത്. കളക്ടറെ മുന്നിലിരുത്തിക്കൊണ്ട് പാർട്ടി ഗുണ്ടകൾ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന അവസ്ഥ എത്ര ഭീകരമാണ്. ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ പാവങ്ങൾ. വീടും കൃഷിയും ജീവനോപാധികളും ഉരുളെടുത്തപ്പോൾ അവർക്ക് അതൊരു വലിയ ആശ്വാസമാകേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ദുരന്തം നേരിട്ട് ബാധിക്കാത്തവർക്ക് പോലും വായ്പകൾ എഴുതിത്തള്ളിയപ്പോൾ സർവസ്വവും നഷ്ടപ്പെട്ട 130ഓളം കുടുംബങ്ങൾ ഇന്നും ബാങ്കിന്റെ ജപ്തി നോട്ടീസുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഒരു പെൻഷൻ കിട്ടണമെങ്കിൽ പോലും പാർട്ടിക്കാരന്റെ തിണ്ണ നിറങ്ങേണ്ട അവസ്ഥയാണോ ഈ ജനാധിപത്യ നാട്ടിലുള്ളതെന്ന് ജനങ്ങൾ ചോദിച്ചു പോവുകയാണ്. ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നടക്കുന്ന അഴിമതികൾ ഞെട്ടിക്കുന്നതാണ്. അർഹരായവർ പുറത്തു നിൽക്കുമ്പോൾ ലിസ്റ്റിൽ സ്വന്തക്കാരെയും പാർട്ടി അനുഭാവികളെയും തിരികെ കയറ്റുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അച്ഛനും മകനും വെവ്വേറെ വീട് ലഭിക്കുമ്പോൾ താമസിക്കാൻ ഒരിടമില്ലാതെ മഴയത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന അനേകം കുടുംബങ്ങൾ വയനാട്ടിലുണ്ട്. CPI ഉൾപ്പെടെയുള്ള മുന്നണിയിലെ തന്നെ മറ്റു പാർട്ടികളെ പോലും പുല്ലുവില കൽപ്പിക്കാത്ത ഒരുതരം ഏകാധിപത്യമാണ് പ്രാദേശിക CPM നേതാക്കൾ അവിടെ നടത്തുന്നതെന്നാണ് ഉയരുന്ന പരാതി. 1024 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചയിടത്ത് കേവലം 178 വീടുകൾ പോലും പൂർത്തിയായിട്ടില്ല. ഈ ഇഴഞ്ഞു നീങ്ങുന്ന വേഗതയിലാണ് ഭരണകൂടം പോകുന്നതെങ്കിൽ ആ ജനതയുടെ ദുരിതം എന്നാണ് അവസാനിക്കുക? ഓരോ തവണ മഴ പെയ്യുമ്പോഴും അവർ ഭയപ്പെടുകയാണ്. മലയിറങ്ങി വരുന്ന മണ്ണല്ല അവർക്കിപ്പോൾ പേടി, മറിച്ച് തങ്ങളെ സംരക്ഷിക്കേണ്ട ഭരണകൂടം തങ്ങളെ കൈവിടുമോ എന്ന ഭയമാണ്. കളക്ടർക്ക് ഇതിലൊന്നും ഉത്തരവാദിത്തമില്ലേ? ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ യജമാനന്മാരുടെ ലിസ്റ്റിന് കാത്തു നിൽക്കാതെ കൃത്യമായ ഫീൽഡ് പരിശോധന നടത്തി അർഹരായവരെ കണ്ടെത്തണം. പാർട്ടിക്കാരന്റെ ശുപാർശ കത്തുണ്ടെങ്കിൽ മാത്രം ആനുകൂല്യം ലഭിക്കുന്ന അവസ്ഥ ഒരു സർക്കാരിനും ഭൂഷണമല്ല. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ആ ജനത ചോദിക്കുന്നത് ആഡംബരമല്ല, മറിച്ച് തങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ മാത്രമാണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ആ വീട്ടമ്മ നടത്തിയ ആ പോരാട്ടം വെറുമൊരു സമരമല്ല, അത് അതിജീവനത്തിനായുള്ള ഒരു ജനതയുടെ അവസാനത്തെ നിലവിളിയാണ്. എന്തായാലും ആ വീട്ടമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് മുഴുവനായി കേട്ടു നോക്കാം. ഞാൻ ഒറ്റക്കൊരാളവിടെ ചുറ്റുവാസികളൊക്കെ പോയി, ഞാൻ മഴയത്ത് എവിടെ പോകും? അതുവരെ പറഞ്ഞു തരണ്ടേ? എവിടെ പോകും? ഒരു വീടുണ്ട്, ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമോ മോനെ? തുപ്പക്കോളാമ്പിൽ പായസം എന്നാ കുടിക്കുക? ഞങ്ങളെ സാധ്യമോൻ ചോദിച്ചവിടെ കുടിക്കോ? വീട് വേറെ ഉണ്ടായി നിൽക്കാൻ പറ്റില്ല, എന്ത് കേട്ടും അത് പറയും. അതുകൊണ്ട് എനിക്ക് പ്രതിഷേധം, വേറെ ഒന്നുമല്ല. ഇവരോടൊക്കെ സ്നേഹമാണ്, സന്തോഷത്തോടെ പറയട്ടെ. പിണറായി നല്ല ആളാ, പക്ഷെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കണ കുറേ പാർട്ടി ഗുണ്ടകളുണ്ട്. അവരൊറ്റ ഒരുക്കിയ പ്ലാനാണിത്. അവരാൾക്ക് മാത്രം ഇവിടെ ജീവിക്കുക. അതിലുള്ള CPI പേർക്ക് പുല്ലാവല. അതിലൊക്കെ വോട്ട് ചെയ്തൊരു അണികൾ മാത്രം, ബാക്കിയുള്ള ഇവരുടെ ആൾക്കാർക്ക് മാത്രം ഒക്കെ പാകപ്പെടുത്തി 2 വീട് 3 വീട്, അച്ഛനും മകനും വീട്, അങ്ങനെ 5 കുടുംബമുണ്ട്. ഞങ്ങളെ കൊയിനാക്കൽ റോഡ് താമസിച്ചവർക്ക് വീടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ എവിടെ പോകാനാ? ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്? പറയാനേ ഇത്ര ദിവസം വരെ തന്നില്ല. അപ്പോൾ ഇതല്ലല്ലോ പ്രതിഷേധിക്കുക. എനിക്ക് വരുന്നതൊക്കെ എന്താ വളരെ മോശമായ വർത്താനാണ്. പക്ഷെ ഇപ്പോൾ പറയാതിരിക്കണം എന്താ, എൻ്റെ പ്രസവിച്ച മക്കളാണ്, ഞാൻ പ്രസവിക്കാൻ എനിക്ക് മക്കളില്ല. ആ ഒരു ബഹുമാനം കൊണ്ടാണ്. അത്ര വിഷമമുണ്ട് ഉള്ളിൽ. എന്ന് തുടങ്ങിയ ഞങ്ങളെ കാണുമ്പോഴൊക്കെ കലക്ടർ ഓടും. ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ജാഥക്കാരെ കണ്ട കലക്ടർ, ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ചൂടായി, നിങ്ങളൊന്ന് കലക്ടറെ കാണിയെന്ന്. ആ ചങ്ങായി വെളുത്ത കോട്ട് നിൽക്കണ ഒരു ചങ്ങായി എമ്മരത്ത് നിൽക്കണേ, ആ കൊടി വെച്ച് നിൽക്കണേ, ആ ചങ്ങായിനോട് പറഞ്ഞതാ കലക്ടർ നിങ്ങളൊന്ന് കാണിയെന്ന്. എനിക്ക് കാണണ്ട, ഇത് ലോകം അറിഞ്ഞാൽ മതി. ഈ കലക്ടറിനെ ഇവിടെ തന്നെ നിലനിർത്തണം. എത്ര എന്തിനാ ഇവിടെ കലക്ടറാണ് പോയിട്ട് ഇവിടെ ഒഴിക്കുന്നത്? കലക്ടറെ തന്നെ നിങ്ങൾ എന്തിനാ കുറ്റം? കലക്ടറെ തന്നെ പറയും. ഒരേ നാട്ടിലെ ഡിസാസ്റ്റർ ദുരന്തം ഉണ്ടാകുമ്പോൾ പാർട്ടിക്കാരെയും എല്ലാ പാർട്ടിക്കാരെയും വിളിച്ച് ചോദിക്കണമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ ആൾക്കാരെ കുത്തിരി കയറ്റുക, മറ്റുള്ളവർ ജന്മ പട്ടി നാട്ടുമ്പോൾ ആട്ടുക. അപ്പോൾ ഇവരെ കലക്ടറാ ഇവർ അന്വേഷിക്കണ്ടേ? ഞാൻ ചോദിക്കണ ചോദ്യം അതാ. ഇവർക്കൊരു ഉത്തരവാദിത്തമല്ലേ? ഈ ജനങ്ങളോട്, ജനാധിപത്യ രാജ്യത്തോട് ഭരിക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് ഒരു പ്രതിബദ്ധത ഇവർക്കില്ലേ?
ഇപ്പോൾ പോയപ്പോൾ ചങ്ങായി പറയാം, ഞാൻ സുഖമില്ലാത്ത ഒരാളാണ്, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്, ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയ അയാൾ പറയാം നിങ്ങളൊന്ന് കലക്ടറെ കാണി ഞാൻ നോക്കട്ടെ എന്ന്. അപ്പോൾ ഇവരെല്ലാവരും ഒരു കടമയല്ലേ മുത്തായി, ഇവരൊക്കെ എന്തിനു ഇവിടെ വേണം അത് പറയും. ഈ ഉദ്യോഗസ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഇത്രയും വീഴ്ച വരുന്നത്. ഇങ്ങനത്തെ ഒരു കുറച്ച് ആൾക്കാരെ മാത്രം മാറ്റി നിർത്തുക, നമ്മൾ പോകുമ്പോൾ നമ്മളെ പട്ടിനാട്ടും പോലെ ആട്ടുക. അങ്ങനെ പറ്റുമോ? എനിക്ക് സന്തോഷമുള്ളൂ എന്തറിയോ, ഒരു പെൻഷൻ കിട്ടണമെങ്കിൽ പിണറായി സർക്കാർ വേണം, അതൊക്കെ 100 വട്ടം പറയാം. പിന്നെ ഞാൻ ജീവിച്ചത് ഇത്രയും കാലം ആ ഒരു ആശ്രയിച്ച് തന്നെയാണ്. അപ്പം ഇന്നെ അങ്ങോട്ട് മാറ്റി നമ്മൾ പ്രതിഷേധിക്കാതിരുന്ന ഇനി നാളെ എനിക്ക് പോട്ടെ, എൻ്റെ കാലം കഴിഞ്ഞു, 67 വയസ്സായി, ഇനി എനിക്ക് ജീവിക്കണ്ട. പക്ഷേ ഇനിയുള്ളവരോടും കൂടി ഈ പാർട്ടി ബന്ധം ഒരു കാട്ടരുത്. മനുഷ്യൻ ദുരന്തത്തിൽ പോകുമ്പോഴേ പടച്ചോന് മാർക്സിസ്റ്റിന്, മുസ്ലിം ലീഗിന്, BJP-ന് എല്ലാവരും കൊണ്ടുപോയി കോടാനുകോടി സ്വത്ത്. അന്ന് ഈ പാർട്ടിയൊന്നും കണ്ടില്ല, അന്ന് ഈ പാർട്ടിയൊന്നും വിവരിച്ച് നിർത്തിയില്ല. കൈയൊരു ഭാഗം കാലൊരു ഭാഗം ആ പുഴയിൽ നിന്നൊക്കെ കിട്ടിയത്, ചാലിയാർ പുഴയിൽ നിന്ന്. അന്നൊക്കെ ഒന്നായിരുന്നു. പിന്നെ ഈ മന്ത്രി പറഞ്ഞു, രാജ മിനിസ്റ്റർ, ഒന്നായിട്ട് ചുരം ഇറങ്ങണമെങ്കിൽ ഒരു കുടൻ്റെ ഉള്ളിൽ തിരികെ കയറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന്. ഇപ്പം ആരെ കയറ്റി 1024 വീട് നീലിക്കാപ്പ് വരെ പാസ്സായതാണ്. അതിൽ ആരെപ്പെടുത്തി 400 വീടിലെ 178 വീടിനെ പൂർത്തിയായിട്ടില്ല. എന്നിട്ട് വേണ്ടേ എൻ്റെ ഇനി തൂക്കിലടക്കേ ജയിലിലിടേ? തയ്യാറാ മോനെ, പോകാൻ തയ്യാറാ ഞാൻ. എന്താണോ നമുക്ക് ജീവിക്കണ്ട, ഒരേ അറ്റാക്ക് കൊണ്ട് നമ്മൾ ജീവൻ പോകും. അങ്ങോട്ട് പോട്ടെ തന്നെ, എന്തിന് നാട്ടുകാരിക്കാലും വേണ്ടി. എന്താ ഇവിടെ വളരുന്ന കുറേ കുട്ടികളുണ്ട്, വീടും കാടും ഒന്നും ഇല്ലായിരിക്കണം, അവർക്കേലും ഒരു ഉപകാരമാകട്ടെ, അത്രേ എൻ്റെ ഉദ്ദേശമുള്ളൂ. നന്ദി.